ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുരിങ്ങയ്ക്ക തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയ്ക്ക കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ മുരിങ്ങയ്ക്ക അവിയലിനകത്തും സാമ്പാറിനകത്തും ഒക്കെയാണ് സാധാരണ ചേർക്കുന്നത്. അത് നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ചേർക്കാറുള്ളൂ. അതേസമയം നമ്മളിങ്ങനെ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. അതിൻ്റെ അളവ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. ഈ മുരിങ്ങയ്ക്ക ഒത്തിരി ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. ഇതിനകത്ത് നന്നായിട്ട് കാൽസ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ റിച്ച് ആണ്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിളാണ്. ഇത് നമ്മൾ തോരൻ വെച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ കഴിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഇത് പലർക്കും ഇതിനകത്തുനിന്ന് ഈ മുരിങ്ങയ്ക്കകത്തുനിന്ന് അതിൻ്റെ ഫ്ലഷ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിലർക്കറിയില്ല. പിന്നെ അത് ഇച്ചിരി പാടാണെന്ന് വിചാരിച്ച് എടുക്കാത്തവരുമുണ്ട്. എന്നാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മുരിങ്ങയ്ക്ക നീളത്തിലൊന്ന് കീറിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മുരിങ്ങയ്ക്കകത്തിരിക്കുന്ന ഫ്ലഷ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിങ്ങനെ ഇവിടെ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയ്ക്കയിലെ ഫ്ലഷ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള അതെല്ലാം ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സ്പൂൺ വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. ഇനി അതിനകത്തേക്ക് ചേർക്കാനുള്ള തേങ്ങയും ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അത് വളരെ എളുപ്പവുമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വീട്ടിൽ ഇതുപോലെ കൂടുതലായിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ആ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ വേണമെങ്കിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി. ഒത്തിരി അങ്ങ് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുത്താലും മതി. ഞാനിവിടെ ഇതൊന്ന് ഇടിച്ചെടുക്കുവാണ്. ഇങ്ങനത്തെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാനൊന്ന് ഇടിച്ചെടുക്കുവാണ്. ഇതിന് നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നതിന് നല്ല ഇതാകുമ്പോൾ തേങ്ങ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകുന്നില്ല. അതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളിയോളം അരിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഒരു 2 ഉണക്കമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുക് പൊട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതിനകത്തേക്ക് ഇടാം. അത് 2ആയിട്ട് മുറിച്ച് നമുക്ക് അതിലേക്ക് ഇടാം. അതിനുശേഷം കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റി ഉള്ളി ഒന്ന് വെന്ത് വരുമ്പം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ അകത്തെ ആ ഫ്ലഷ് കൂടെ നമുക്കിതിനകത്തേക്ക് ചേർക്കാം. ഇതിന് വലിയ വേവൊന്നുമില്ല. ഒരു ലേശം വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം നമുക്കിതിന് ആവശ്യമില്ല. നന്നായിട്ട് വെന്ത് വരും. ഒരു അല്പസമയം നമ്മളൊന്ന് അടച്ച് വേവിച്ചാൽ മതി, നന്നായിട്ട് വെന്ത് വരും. മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ച് വെച്ചിരുന്നത് അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ലേശം വെള്ളം നമ്മളൊന്ന് ഒഴിച്ചാൽ മതി. അതൊന്ന് ഉപ്പിടുന്നുണ്ട് ഞാൻ. അതിന് ശേഷം നമുക്കൊരു ലേശം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്.
എങ്കിലും നമുക്ക് എരിവ് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതാണ്. നമ്മുടെ വീടുകളിൽ ഇത് നമ്മൾ ഉണ്ടാക്കണം. സാധാരണ മുരിങ്ങയ്ക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറില്ല. എന്നാൽ ഇനി നമുക്ക് ധാരാളമായിട്ട് മുരിങ്ങയ്ക്ക കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തു നോക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.